Hello friends, welcome back to my channel. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ബൈനറി ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഓൾറെഡി 2 പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള 2 പ്രോപ്പർട്ടീസും 2 എക്സാമ്പിൾ പ്രോബ്ലംസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈനറി ഓപ്പറേഷനിലെ ഐഡൻറ്റിറ്റി ഡെഫിനിഷൻ ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. Given a binary operation star from A cross A to A, an element E is an element of A if it exists is called identity for the operation star if A star E equal to A, that is equal to E star A for all A is an element of A. അതായത് ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ സെറ്റ് എയിൽ ഒരു എലമെൻ്റ് ആണ് എ എന്ന് പറയും, എ വേർ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. അങ്ങനെയെങ്കിൽ ഇതൊരു ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആയിരിക്കണം, അതുപോലെ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 38 ഷോ ദാറ്റ് 0 ഈസ് ദി ഐഡൻറ്റിറ്റി ഫോർ ദി അഡീഷൻ ഓൺ ആർ and 1 is the identity for multiplication on R, but there is no identity element for the operation minus from R cross R to R and division from R star cross R star to R star. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അഡീഷൻ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ 0 ആണ് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്, അതുപോലെ 1 ആണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതുപോലെ തന്നെ ഡിവിഷനും സബ്ട്രാക്ഷനും ഐഡൻറ്റിറ്റി എലമെൻ്റ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ഫോർ ഓൾ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ എന്ന അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ എ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ കഴിയണം, എന്നാൽ മാത്രമേ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിന് പകരം റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം തന്നെ അഡീഷൻ്റെ കേസ് നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് നമുക്കറിയാം അഡീഷൻ ആണെങ്കിൽ എ പ്ലസ് 0 ഈക്വൽ ടു 0 പ്ലസ് എ ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാമല്ലോ. അതായത് എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. അതുകൊണ്ട് ഇവിടെ 0 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് അഡീഷൻ്റെ കേസിൽ. ദെർഫോർ 0 ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ അഡീഷൻ ഇൻ ആർ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു എ ഈക്വൽ ടു എ എന്ന് എഴുതാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യൂ അഡീഷൻ്റെ കേസിൽ 0 ആണ്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരുന്നത്. അതേസമയം സബ്ട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ എലമെൻറ്റ് ഇ ഇൻ ആർ വിത്ത് എ മൈനസ് ഇ ഈക്വൽ ടു ഇ മൈനസ് എ ഫോർ ഓൾ എ. അതായത് സബ്ട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എ മൈനസ് ഇ ഈക്വൽ ടു ഇ മൈനസ് എന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റിയ ഒരു വാല്യൂ ഇക്ക് നമുക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ഷൻ എലമെൻറ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ല എന്ന് പറയാം. സെയിം തന്നെയാണ് ഡിവിഷൻ്റെ കേസിൽ വരുന്നത്. സിമിലർലി വി ക്യാനോട്ട് ഫൈൻഡ് എനി എലമെൻറ്റ് ഇ ഇൻ ആർ സ്റ്റാർ സച്ച് ദാറ്റ് എ ഡിവൈഡഡ് ബൈ ഇ ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എ ഫോർ ഓൾ എ ഇൻ ആർ. ആർ ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. സോ നമുക്ക് പറയാം അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ, അതേസമയം സബ്ട്രാക്ഷനും ഡിവിഷനും ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് പകരം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണ് നമ്മളിത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിലോ? അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് അഡീഷൻ്റെ കേസിൽ 0 ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ 1, 2, 3 എക്സെട്ര അങ്ങനെ വരുന്ന സെറ്റാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. അപ്പോൾ അഡീഷൻ്റെ കേസിൽ എ പ്ലസ് 0 ഈക്വൽ ടു എ അല്ലെങ്കിൽ 0 പ്ലസ് എ ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ 0 എന്ന് പറയുന്ന എലമെൻറ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലില്ല. അതുകൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. റിമാർക്ക്: 0 is the identity for the function for the addition operation on R, but it is not identity for the addition operation on natural numbers as 0 does not belongs to n. In fact, the addition operation on n does not have any identity. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ അഡീഷൻ ഓപ്പറേഷൻ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഏത് സെറ്റിലാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏത് സെറ്റിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലാണോ, അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാമിനായാലും പ്രോബ്ലംസ് ചെയ്യാനായിട്ട്.
അടുത്തൊരു ഡെഫിനിഷൻ കൂടി നോക്കാം. അതായത് ബൈനറി ഓപ്പറേഷൻ്റെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗിവൺ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ with the identity element E in A. An element, A is an element of A, is said to be invertible with respect to the operation star if there exists an element B in A such that A star B equal to E, that is equal to B star A, and B is called the inverse of A and it is denoted by A inverse. അതായത് ഇ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അതായത് നമുക്ക് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്ന് എഴുതാൻ പറ്റും, അതുപോലെ ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എയുടെ ഇൻവേഴ്സ് കാണാം. അതായത് ഇവിടെ ബി ആണ് എയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. സോ ബി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Example 39, show that minus a is the inverse of a for the addition operation plus on r and 1 divided by a is the inverse of a not equal to 0 for the multiplication operation on r. Okay. അപ്പോൾ നമുക്കറിയാം ഇൻവേഴ്സ് ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? an element a in r is invertible if there exists an element b in r such that a star b equal to e ബി സ്റ്റാർ എ വേർ ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. അതായത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലെ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റ് ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ എന്താ കണ്ടീഷൻ? അവിടെ ബി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ്? സച്ച് ദാറ്റ്. എങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്? എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ, ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ, വേർ ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മൈനസ് എ ആണ് അഡീഷൻ്റെ ഇൻവേഴ്സ്, അതുപോലെ 1 ഡിവൈഡഡ് ബൈ എ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഇൻവേഴ്സ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഡീഷൻ ഓപ്പറേഷൻ എടുക്കാം. സോ ഹിയർ ഇ ഈക്വൽ ടു 0 ഫോർ അഡീഷൻ. നമുക്കറിയാം അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ 0 ആണ്. ഇ ഈക്വൽ ടു 0 ഫോർ അഡീഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഈക്വൽ ടു ഇ എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് എഴുതാൻ പറ്റേണ്ടത്? എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് നമുക്കിത് റീറൈറ്റ് ചെയ്യാം. എങ്ങനെ? എ പ്ലസ് ബി ഈക്വൽ ടു ഇ. ഇ എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പോൾ അഡീഷൻ്റെ കേസിൽ വരുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്താണ്? 0. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 0യിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് ബി ഈക്വൽ ടു മൈനസ് എ. അപ്പോൾ നമ്മൾ എയുടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, മൈനസ് എ ആണ് എയുടെ ഇൻവേഴ്സ്. അതായത് എയുടെ ഇൻവേഴ്സ് ആണ് മൈനസ് എ. അതായത് നമുക്ക് എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം മൈനസ് എ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ ഫോർ അഡീഷൻ. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലൂടെ പറഞ്ഞിരിക്കുന്നത് 1/a ആണ് എന്നാണ് കാണേണ്ടത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരുന്നത് 1 ആണ് അല്ലേ? ഓ ഈക്വൽ ടു 1 ഫോർ മൾട്ടിപ്ലിക്കേഷൻ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ് എ ഇൻറ്റു 1 ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. അതുകൊണ്ട് അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ എന്ന ഫോർമാറ്റിൽ എഴുതാലോ. എ ഇൻറ്റു ബി ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ നമുക്ക് ലഭിക്കും ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എ. ബി ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എയുടെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, സിൻസ് എ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എ, അതായത് എയും എയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 1 ലഭിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ 1 ബൈ എ ഇൻറ്റു എ ഈക്വൽ ടു 1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം 1 ബൈ എ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 1 ബൈ എ ആണ് എയുടെ ഇൻവേഴ്സ് എന്ന്. ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് ബാക്കി എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സെക്കൻഡ് ചാപ്റ്ററും തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് മാത്സിൻ്റെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊപ്പം കമൻറ്റായിട്ട് എഴുതുക. ഇന്നത്തെ ടോപ്പിക്സ് എടുത്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്